നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പലയിടങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. അതേസമയം പ്രതിഭാസം ഭൂമികുലുക്കം മൂലമല്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സർക്കാർ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആശ്വാസമാകുമെന്നും സുരേന്ദ്രൻ. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറിയിൽ തീപിടുത്തം. ഫാക്ടറിക്കുള്ളിൽ ടയർ സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയിലാണ് തീപിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആമ്പലൂർ ജംഗ്ഷനിൽ ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ ഷിബു എസ് നായരെ പുതുക്കാട് പോലീസ് പിടികൂടി. തളിക്കുളത്ത് കടലിൽ വല വിരിക്കുന്നതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. നമ്പിക്കടവിൽ താമസിക്കുന്ന പേരോത്ത് 52 വയസ്സുള്ള സുനിൽ കുമാറാണ് മരിച്ചത്. പയങ്കുളത്ത് റെയിൽവേ ട്രാക്കിൽ വയോധികയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് ഓഞ്ഞടത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് ഭാര്യ 58 വയസ്സുള്ള മറിയക്കുട്ടിയാണ് മരിച്ചത്. KSTPയുടെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയാണ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ വിമല കോളേജിലെ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മലയാള സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ബെന്യാമിൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. അത്താണി ബൈപ്പാസ് പത്താഴക്കുണ്ട് ഡാം റോഡ് നവീകരിക്കൽ നടപടികളുടെ ഭാഗമായി പ്രോജക്ട് സർവേ ആരംഭിച്ചു. റോഡ് നവീകരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനാണ് പ്രോജക്ട് സർവേ നടത്തുന്നത്. വേലൂർ പഞ്ചായത്ത് DG കേരളം വോളണ്ടിയർ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. തൃപ്രയാറിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ M റസീനയ്ക്ക് ട്രിപ്പിൾ സ്വർണം. അണ്ടർ 20, അണ്ടർ 23, സീനിയർ 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിമൺ വിഭാഗം എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഹൂല ഹൂപ്പ് ഡാൻസിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി കരുവന്നൂർ സ്വദേശിയും വിദ്യാർത്ഥിയുമായ സെലിൻ. 3 മിനിറ്റ് 30 സെക്കൻഡിൽ 490 പ്രാവശ്യം ഹൂല ഹൂപ്പ് തുടർച്ചയായി കറക്കിയാണ് സെലിൻ ഈ നേട്ടം കൈവരിച്ചത്. യൂത്ത് കോൺഗ്രസ് കരുമത്ര 46-ാം ബൂത്ത് കമ്മിറ്റി സ്ഥാപക ദിനം ആചരിച്ചു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ദിനം ആചരിച്ചു. കോടാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന ആവശ്യമുയരുന്നു. റോഡിന്റെ 100 മീറ്ററോളം വീതി വർദ്ധിപ്പിച്ചെങ്കിലും ട്രാംവേ പാലം വരെ പൂർണ്ണമായി വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. ആമ്പലൂർ INTUC ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി പതാക ഉയർത്തി. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഭാഗമായി കാട്ടക്കാമ്പാൽ മേഖലയിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ ഇന്ത്യയ്ക്ക് യുവതയുടെ കരുതൽ എന്ന പരിപാടി സംഘടിപ്പിച്ചു. K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പതാക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി M സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പോ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻ യൂണിയൻ കുന്നംകുളം സൌത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. KSSPU തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. തെരുവ് വിളക്കുകൾ കത്താത്തതിൽ ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു.
ചാമക്കാല ഗവൺമെന്റ് മോർപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി പൂർണ്ണമായും CCTV നിരീക്ഷണത്തിൽ. 4 ലക്ഷം രൂപയോളം ചിലവിട്ടാണ് അത്യാധുനിക സംവിധാനമുള്ള 17 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നാഷണൽ സർവീസ് സ്കീം വീടുകൾ ഒരുക്കുന്ന പദ്ധതിയിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് പങ്കാളികളായി. പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. യഹിയ സിൻവാറിന്റെ മുൾച്ചെടിയും കരയാമ്പൂവും എന്ന നോവലിന്റെ മലയാളം പരിഭാഷയുടെ 2ാം പതിപ്പ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ P. സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫിന് കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ കെയർ പ്രൊജക്ടിന്റെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മുറ്റിച്ചൂർ ALP സ്കൂളിന് സ്റ്റീൽ വാട്ടർ ടാങ്ക് നൽകി. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷത വഹിച്ചു. എളവള്ളി നോർത്ത് മഹലിൽ ദിക്കർ വാർഷികം ആഘോഷിച്ചു. ദിക്കർ മജ്ലീസിന് അസ്ലം മുസ്ലിയാർ കൈപ്പമംഗലവും ദുവാ മജ്ലീസിന് സയ്യിദ് ഹുസൈൻ ജമു ലൈലി ചേളാരിയും നേതൃത്വം നൽകി. വെങ്കിടക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് തല യോഗ പരിശീലനം തുടങ്ങി. വെങ്കിടക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ യോഗ പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷം ഒഴിവാക്കി തൃശൂർ കോർപ്പറേഷൻ. പുലിക്കളി, കുമ്മാട്ടി അടക്കമുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. തൃശൂർ കുന്നംകുളം കടവലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ചൂണ്ടൽ സെന്ററിൽ നടന്ന ഉപവാസ സമരം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൊവ്വന്നൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMA-യുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ താമരയൂർ സ്വദേശി നിതീഷ്, പേരകം കാവീട് സ്വദേശി അൻസിൽ എന്നിവരാണ് പിടിയിലായത്. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൃത TV ക്യാമറാമാനായിരുന്ന PV അയ്യപ്പൻ അനുസ്മരണം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് O. രാധിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് അഖിലേന്ത്യാ വ്യാപാര ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് നൈറ്റ് പെട്രോളിംഗിന് ആവശ്യമായ ടോർച്ച്, കുട, റെയിൻകോട്ട് എന്നിവ നൽകി. കേരളത്തിലെ ലൈസൻസ്ഡ് ഫുട്ബോൾ കോച്ചുകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ കോച്ചിംഗ് എക്സലൻസ് അവാർഡുകൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. കോവളം FC പരിശീലകൻ എബിൻ റോസും കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ കോച്ച് ഡോക്ടർ PV പ്രിയയും അവാർഡിന് അർഹരായി. 25,000 രൂപയും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്ന ജിനേഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. അണ്ടർ 15, 54 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേടിയത്. എരുമപ്പെട്ടി സ്വദേശി ജിനേഷിന്റെയും സോണിയയുടെയും മകളാണ്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സൗജന്യ ഗ്ലോക്കോമോ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 28ാമത് ഗുരുദർശന അവാർഡ് തൃശൂരിൽ പ്രഖ്യാപിച്ചു. ഷൌക്കത്ത് രചിച്ച ബുദ്ധസമൃക്കായ ജീവിത വീക്ഷണം എന്ന ഗ്രന്ഥമാണ് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരത്തിന് അർഹമായത്. കേരള ലളിത കലാ അക്കാദമി ഫൈൻ ആർട്സ് കോളേജിലെ അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന നാഷണൽ സിംബോസിയത്തിന് തൃശൂരിൽ തുടക്കമായി. മുളങ്ങുന്നത്തുകാവ് കിലയിൽ നാളെ മന്ത്രി ഡോക്ടർ R. ബിന്ദു സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ ശാസ്ത്രീയമായ കുഴിയടക്കലിനെതിരെ കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സെന്ററിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AP ജോസ് ഉദ്ഘാടനം ചെയ്തു. വയനാടിന് കൈത്താങ്ങായി ഊരകം HH രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടകാവതരണം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വല്ലച്ചിറയിൽ നടക്കുന്ന ആദ്യ അവതരണം നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക ഉദ്ഘാടനം ചെയ്തു.
നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നാഗസാക്കി ദിനാചരണവും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ മാർട്ടിൻ കൊളംപ്രത്ത് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മഹദു റസൂൽ കോൺഫറൻസ് സെപ്റ്റംബർ 4-ന് തൃശൂരിൽ നടക്കും. സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ള വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ഊരുകളുടെ പേരുമാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയത്തിന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷന് മുന്നിൽ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി തരിശായി കിടന്ന കൊരട്ടി പഞ്ചായത്തിലെ 6-ാം തുരുത്ത് പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കി. പാടശേഖരത്തിലെ ഞാറുനടീൽ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലം നിറയും ആനയൂട്ടും നടക്കും. 11-ന് ഇല്ലം നിറയും, ആഗസ്റ്റ് 16-ന് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.